എല്ലാരും മിണ്ടാതിരുന്നേ. അതാ അവിടെ നിന്നോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അയ്യോ, അവിടെ നോക്കി വലിയൊരു പ്രേതം. എടി, അത് പ്രേതൊന്നുമല്ല. നോക്കിയേ, അയാളുടെ കാല് തറയിലേക്ക് മുട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പ്രേതൊന്നുമല്ല. അല്ലാന്റെ റബ്ബേ, പിന്നെ അതെന്തോന്ന്? എന്റെ മോ, വലിയൊരു മനുഷ്യനാത്. എന്റെ മോ, അയാളുടെ കാല് നോക്കിയേ, എന്ത് വലിയ കാലാ. അയാളത് ഇങ്ങോട്ടേക്കല്ലേ നടന്നു വരുന്നത്? നോക്കിയേ. അല്ലല്ല, അതാ അയാള് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. നമുക്കും അയാളുടെ പിന്നാലെ പോയി നോക്കിയാലോ, അയാൾ എങ്ങോട്ടേക്കാ പോകുന്നേന്ന്. അനക്കെന്താടി, പട്ട് പിടിച്ചോ? ഇനിയിപ്പോ ഇല്ലേ, അയാളെങ്ങാനും നമ്മളെ കണ്ടാലുണ്ടല്ലോ, നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. പ്ലീസ് ടീ, അയാളെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് അയാളുടെ പിന്നാലെ തന്നെ പോയി നോക്കിയാലോ? വാ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹലോ സാർ, നമ്മുടെ അവിടെ ഇല്ലേ വലിയൊരു കാടില്ലേ, ആ കാടിനകത്തില്ലേ വലിയൊരു മനുഷ്യനുണ്ട്. അയാളാമറ്റും നമ്മുടെ നാട്ടിലോട്ട് വന്നാലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ നാശമായി പോവും. ആ മനുഷ്യനെങ്ങാനും നമ്മുടെ നാട്ടിലേക്ക് കാല് കുത്തിയാലുണ്ടല്ലോ സാറേ, നമ്മുടെ നാട് തന്നെ നശിച്ചു പോവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തേലും ചെയ്യണം സാറേ. കോൺസ്റ്റബിൾ. യെസ് സാർ. ഇയാളെ ഇതെന്തോ പറയുന്നുണ്ട്. ഇയാൾ പറയുന്നത് എന്തോന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്ത് വെച്ചേട്ടോ. ഓക്കെ സാർ. അങ്കിളെ, എന്താ കാര്യം എന്നോട് പറ. ഹലോ ചേട്ടാ, നിങ്ങൾ എന്താ കണ്ടത്? ഒന്ന് തെളിയിച്ച് പറഞ്ഞ്, എന്താ കാര്യം? എൻ്റെ സാറേ, ഞാനേ കാട്ടിലോട്ട് വിറക് വെട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോഴില്ലേ അവിടെ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അതാണെങ്കിലോ നമ്മളെക്കാളും 5 ഇരട്ടി വലിപ്പമുണ്ട്. കൈ തന്നെ ഒരാളുടെ അത്രയും വലിപ്പമുണ്ട്. എന്നിട്ടുണ്ടല്ലോ സാറേ, ആ മനുഷ്യന്റെ ആ ഗുഹയിലെ നിറച്ചും സ്വർണവും വെള്ളിയും പിന്നെ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ പോയപ്പോൾ ഉണ്ടല്ലോ സാറേ, ഞാനവിടെ പെട്ട് കിടക്കുമായിരുന്നു സാറേ. എന്നാണെങ്കിൽ അയാളുണ്ടല്ലോ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. പിന്നില്ല സാറേ, അയാളില്ല സാറേ, ഈ നാട്ടിലോട്ട് വന്നിട്ട് നാട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക സാറേ. ആ, കഴിഞ്ഞോ നിങ്ങളുടെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞോ? അതല്ല, ഇതിപ്പോ ഏത് ചാനലിലാ സംപ്രേഷണം ചെയ്യുന്നത്? എത്ര മണിക്കാണ് ഇതിന്റെ സംപ്രേഷണം? അപ്പോ എൻ്റെ ഭാര്യയെ പോലെ നിങ്ങളും ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ലേ? ചേട്ടാ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയാം. നിങ്ങൾ ഈ അധികമായിട്ട് കാർട്ടൂൺ നോക്കുന്നതൊക്കെ നിർത്തണം. ഈ കുട്ടികളെ പോലെ കഥ പറഞ്ഞാലുണ്ടല്ലോ, ഈ ആളുകൾ നിങ്ങളെ പറ്റി എന്താ വിചാരിക്കുക? അപ്പോ നിങ്ങളും എൻ്റെ ഭാര്യയെ പോലെ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ലേ? പിന്നെ നിങ്ങള് വിശ്വസിക്കാൻ പറ്റിയ കഥയും കൊണ്ടുമാണല്ലോ വന്നേക്കുന്നത്. എന്നാ ഞാൻ പോണു. അയാള് ഇങ്ങോട്ട് വന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഇവിടേക്കില്ലേ ഒരു കുറച്ച് താടിയൊക്കെ ഉള്ള മനുഷ്യൻ വന്നായിരുന്നു. ആ, ഏത്? ആ, കഥ പറയുന്ന ആ മനുഷ്യനോ? അപ്പൊ നിങ്ങളോട് കഥ പറഞ്ഞോ? അത് പിന്നെ സാറേ, അങ്ങേർക്ക് 2 ദിവസമായി മെന്റലി കുറച്ച് ഇഷ്യൂ. അതുകൊണ്ട് അയാള് എന്തൊക്കെയോ കഥകൾ പറയും മനുഷ്യന്മാരോട്. ഇങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിലോട്ടും വന്നതാ. അങ്ങനെ ഞാൻ അയാൾ ഇവിടെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അയാളെ ഇപ്പം ഇവിടെ നിറഞ്ഞതേയുള്ളൂ. പിന്നെ അയാളെ കുറച്ച് ശ്രദ്ധിച്ചോ കേട്ടോ. കുറച്ചൊന്നുമില്ല, കുറച്ച് കൂടുതൽ തന്നെയാ അയാൾക്ക് മെന്റലി പ്രോബ്ലം ഉള്ളത്. ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചോ? ആ, ഹോസ്പിറ്റലിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട് സാറേ. ശരിയെന്നാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ. ഞാൻ എന്തായാലും അയാളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. വരുന്നോ? എന്നില്ലേ ശിവേ, നീ അവിടെ നിന്നേ, ഞങ്ങളും വരുന്നു നിന്റെ കൂടെ. ശരിയെന്നാ, എന്നാ എന്റെ പിന്നാലെ തന്നെ വാ. അയാളെ നോക്കി, അതെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാ. ഇവിടെ നോക്കി, പലതരത്തിലുള്ള കൂട്. നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകള്. അതെ അതെ, എന്ത് രസമായി ഇവിടെ കാണാനല്ലേ. ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല, എന്ത് ഭംഗിയാ. എടി ശിവേ, നമുക്ക് ഈ പൂ പറിച്ചു നോക്കാം. വേണ്ട വേണ്ട, നമ്മളെ ആ അത്ഭുത മനുഷ്യനെ നോക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ, നമുക്ക് അങ്ങേരുടെ പിന്നാലെ തന്നെ പോവാം. വാ, ഇതൊന്നും ഇനിയിപ്പോ തൊടാൻ നിൽക്കണ്ട. എന്ത് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കൊതിയാവുന്നു ഇതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട്. ഹായ്, അവിടെ നിന്ന് ഇങ്ങോട്ടെത്തിയപ്പം നോക്കി, ഇവിടെ പിന്നെ വേറെ തന്നെ ഒരു ലോകം. ഹായ്, കൊച്ചു വീട്. അതെ അതെ, ഗുഹ കൊണ്ടുണ്ടാക്കിയ വീടാണെന്ന് തോന്നുന്നത്. വാ, നമുക്ക് അതിനകത്തോട്ട് കയറാം. വാ.
നമുക്ക് ആ വലിയ മനുഷ്യനില്ലേ അയാളിത് എങ്ങോട്ട് പോയതെന്ന് നോക്കാം. എന്നിട്ട് അയാളെ കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം. വാ. ആ അതും ശരിയാ. അയ്യോ ഇതിപ്പോ ഇതില് രണ്ട് വഴിയുണ്ടല്ലോ. ഇനിയിപ്പോ അയാൾ ഇത് എങ്ങോട്ട് പോയത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? എന്തായാലും നമ്മൾ വന്നു. നമുക്ക് ഈ വഴിയിലൂടെ തന്നെ മുകളിലോട്ട് കയറി നോക്കാം. വാ. അയ്യോ നമ്മളിതെവിടെയാ? വേറൊരു കാട്ടിലെത്തിയല്ലോ ഇപ്പോ. ഇനിയിപ്പോ ഇതിന് വഴിയില്ലല്ലോ. നമ്മളിനി എങ്ങോട്ട് പോകും? അയ്യോ അങ്കിളേ ഞങ്ങളെ താഴെ ഇറക്ക്. അങ്കിളേ ഞങ്ങളെ താഴെ ഇറക്ക്. അയ്യോ പേടിയാവുന്നു. എനിക്കിപ്പം എൻ്റെ ഉമ്മാനെ കാണണേ. എനിക്കെൻ്റെ ഇപ്പം എൻ്റെ ഉമ്മാനെ കാണണോ? പ്ലീസ് അങ്കിളെ ഞങ്ങളെ താഴെ ഇറക്ക്. അങ്കിളെ പ്ലീസ് അങ്കിളെ. പ്ലീസ് അങ്കിളെ ഇനി ഞങ്ങൾ ഈ കാട്ടിലോട്ട് ഒന്നും വരില്ല. അങ്കിളെ പ്ലീസ് അങ്കിളെ ഞങ്ങളെ താഴെ ഇറക്ക്.